ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മഹേഷ് വന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ വയറ്റിലേക്ക് കത്തി കുത്തി ഇറക്കിയിരിക്കുകയാണ്. അത് കണ്ട സമയത്ത് പെട്ടെന്ന് തന്നെ ചന്ദ്രികയും ജാനകിയും ഷോക്കായിട്ട് വിളിക്കുകയാണ്, സർ സിദ്ധു. പക്ഷേ മഹേഷ് വീണ്ടും രണ്ടാമത് കത്തി കുത്തിയിറക്കി. ആ സമയത്ത് ചന്ദ്രിക ഷോക്കിൽ നിന്നും മാറി വന്നിട്ട് അവനെ തടയാണ്, വിട് വിട് മാറ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ വയറ്റിൽ 2 തവണ കത്തി കുത്തിയിറക്കിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക പറയുന്നതോ മഹേഷിനെ തള്ളി നീക്കുന്നതോ ഒന്നും വകവെക്കാതെ അവൻ വീണ്ടും മൂന്നാമത് ഒന്നുകൂടി കത്തി കുത്തിയിറക്കി. എന്താ ചെയ്യണ്ടേന്നറിയാതെ പൊട്ടി പൊട്ടി കരയാണ് ജാനകി. ചന്ദ്രിക നോക്കി നിൽക്കെ സിദ്ധാർത്ഥ് അമ്മ എന്നും വിളിച്ചുകൊണ്ട് അവിടെ നിലത്ത് വീണ് മരിച്ചു പോവുകയാണ്. ആ സമയത്താണ് ജാനകി സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത്. കാരണം ഇത്രയും നേരം കണ്ടത് മുഴുവൻ ജാനകിയുടെ സ്വപ്നമായിരുന്നു. സിദ്ധു, അവർ ചാടി എഴുന്നേക്കാണ്. ആകെ വേർത്തിട്ടാണുള്ളത്. സ്വപ്നമായിരുന്നോ? എന്താ ദൈവമേ ഇങ്ങനെയുള്ള സ്വപ്നമൊക്കെ കാണുന്നത്? ജാനകി മനസ്സിൽ കൂടെ ഓരോന്നോരോന്ന് ചിന്തിച്ചു പോവുകയാണ്. മഹേഷ് വീണ്ടും ചന്ദ്രികയുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെ ഞാൻ ചന്ദ്രികയെ സിദ്ധാർത്ഥിന് വേണ്ടി കല്യാണം ആലോചിച്ചു കഴിഞ്ഞാൽ അവനൊരു പക്ഷേ എൻ്റെ സിദ്ധുവിനെ എന്താ ചെയ്യുക ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ജാനകി പൊട്ടി പൊട്ടി കരയാണ്. അവർ വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം രാവിലെ നേരത്തെ എഴുന്നേറ്റപ്പോൾ അവർ സ്വാമിയെ വിളിക്കുകയാണ്. സ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണമൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് അവർ ഏർപ്പാടാക്കിയ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന സമയത്ത് ജാനകി പറയാണ്, മകളുടെ കല്യാണം നല്ല രീതിയിൽ നടന്നു. ഇനി സിദ്ധാർത്ഥിൻ്റെ കല്യാണമാണുള്ളത്. അവന് വേണ്ടി ഒരു പെണ്ണാലോചിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്വാമിയോട് വരാൻ പറഞ്ഞത്. അപ്പോൾ അയാൾ അതിശയത്തോട് ചോദിക്കുകയാണ്, ഇവിടെ എല്ലാവരും ചന്ദ്രികയും സിദ്ധാർത്ഥവും തമ്മിലാണ് വിവാഹം നടത്തുക എന്നാണല്ലോ പറയുന്നത് കേട്ടത്. പക്ഷേ നിങ്ങളാണെങ്കിൽ എന്നോട് സിദ്ധാർത്ഥിന് വേണ്ടി പെണ്ണാലോചിക്കാനും പറയുന്നു. കൂടുതലായിട്ടൊന്നും അയാൾക്ക് പറഞ്ഞു കൊടുക്കാത്ത രീതിയിൽ ജാനകി പറയാണ്, ചന്ദ്രികയും സിദ്ധുവും തമ്മിലുള്ള കല്യാണം നടത്താൻ സാധിക്കില്ല. അതിന് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് കുറച്ച് പണം എടുത്തിട്ട് അദ്ദേഹത്തിന് നേരെ കൊടുത്തിട്ട് പറയാണ്, ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചോ. മറ്റൊരു കവറിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ ഫോട്ടോയും ജാതകവും കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇത് സിദ്ധാർത്ഥിൻ്റെ ഫോട്ടോയും ജാതകവുമാണ്. അദ്ദേഹം അതൊക്കെ വാങ്ങിയതിന് ശേഷം ജാനകിയോട് പറയുന്നുണ്ട്, ഞാൻ സിദ്ധാർത്ഥിന് വേറെ സ്ഥലത്ത് നിന്നും പെണ്ണ് നോക്കുന്ന കാര്യം നിങ്ങൾ തന്നെ ഈ വീട്ടിലെല്ലാവരെയും അറിയിക്കണം. നാളെ ഞാൻ സിദ്ധാർത്ഥിനൊരു ആലോചനയായിട്ട് ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ആരും അത് അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇടവരരുത്. അപ്പോൾ ജാനകി പറയാണ്, ഞാൻ തന്നെ വീട്ടിലുള്ള എല്ലാവരോടും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോളാം. നിങ്ങൾ എൻ്റെ മകന് ചേരുന്ന ഒരു നല്ല പെണ്ണിൻ്റെ ആലോചനയുമായിട്ട് ഇനി വരൂ. ശരി, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയാണ്. അദ്ദേഹം പോയി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശനും ലക്ഷ്മിയും മുകളിൽ നിന്നും സംസാരിച്ചു കൊണ്ടാണ് വരുന്നത്. അതായത് ആകാശിൻ്റെയും ആരതിയുടെയും കല്യാണം നല്ല രീതിയിൽ നടന്നു. ഇനി ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കാര്യം സംസാരിച്ച് നിങ്ങൾ നല്ലൊരു തീരുമാനത്തിലെത്തുക. ശരി അച്ഛാ. അവരങ്ങനെ സന്തോഷത്തോടെ അതൊക്കെ സംസാരിച്ചുകൊണ്ട് നേരെ ജാനകി ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. ജാനകിയെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മോളെ ആകാശവും ആരതിയും എങ്ങോട്ട് പോയതാ? അവർ രണ്ടുപേരും ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തു പോയതാ അച്ഛാ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, എന്തോ ദൈവഹിതം കൊണ്ടായിരിക്കാം ആരതിയുടെ കല്യാണം നല്ല രീതിക്ക് നടന്നു. അവളിപ്പോൾ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നമ്മൾ നല്ല രീതിയിൽ നടത്തണം. അത് കേട്ട സമയത്ത് ജാനകിയുടെ മുഖം ആകെ വാടുവാണ്. ലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ട് അത് കേട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ജാനകിയോട് പറയുന്നുണ്ട്, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹത്തെക്കുറിച്ച് ഞാൻ മഹേന്ദ്രനോട് സംസാരിച്ചു. പക്ഷേ അവൻ പറയുന്നത് ജാനകി തന്നെ നേരിട്ട് വന്ന് സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്തണമെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞാൽ മാത്രമേ ഇനി ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുള്ളൂ എന്ന് അവൻ ഉറച്ചൊരു തീരുമാനത്തോടെയാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ കേട്ട സമയത്ത് ജാനകി വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തോ എനിക്ക് തോന്നുന്നത് നീ തന്നെ നേരിട്ട് പോയിട്ട് സിദ്ധാർത്ഥിന് വേണ്ടി ചന്ദ്രികയെ ആലോചിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും ജാനകി തിരിച്ചൊന്നും പറയാത്തത് കണ്ടപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം നോക്കുവാണ്. അപ്പോൾ ജാനകി ചെറിയൊരു വിഷമത്തോടെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ചന്ദ്രിക നല്ലൊരു പെൺകുട്ടിയാണ്. അവൾ 10 മാറ്റ് തങ്കമാണ്. അവൾക്കൊരു കുറവുമില്ല.
അത് കേട്ട സമയത്ത് മുത്തശ്ശനും ലക്ഷ്മിയും പരസ്പരം നോക്കി പുഞ്ചിരിക്കുകയാണ്. കാരണം ചന്ദ്രികയുടെ നന്മയൊക്കെ ജാനകിയും മനസ്സിലാക്കിയെന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ജാനകി പറയുന്നത്, എന്തോ പക്ഷെ അവളെനിക്ക് മരുമകളായിട്ട് വരാനുള്ള ഭാഗ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട സമയത്ത് അവർ രണ്ടുപേരും ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. എന്താ ജാനകി ഇങ്ങനെ പറയുന്നത്? ലക്ഷ്മി വിഷമത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി, ചന്ദ്രികയെ പോലൊരു പെൺകുട്ടിയെ മരുമകളായി കിട്ടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദൈവം അതിലൊരു വലിയ പ്രശ്നം വെച്ചിട്ടുണ്ട്. ജാനകി വല്ലാത്ത വിമിഷ്ടത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയും അച്ഛനും ആണെങ്കിൽ പരസ്പരം ഒന്നും മനസ്സിലാവാതെ മുഖത്തോടെ മുഖം നോക്കുവാണ്. എന്താണ് ജാനകി പറയാൻ പോകുന്നത് എന്നറിയാതെ. ജാനകി സങ്കടത്തോടെ പറയുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുൻപ് മഹേഷ് എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നന്നായി. എനിക്ക് വീണ്ടും ചന്ദ്രികയുടെയും മലറിൻ്റെയും കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരില്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു കാര്യം ഈ വീട്ടിൽ ആരോടാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ച് ലക്ഷ്മിയുടെയും അച്ഛൻ്റെയും മുഖത്ത് ഭാവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആരോട് പറഞ്ഞാലാണ് ചന്ദ്രികയെയും മലറിനെയും തിരിച്ചെനിക്ക് കിട്ടുക എന്ന് എനിക്കറിയില്ല. അത് എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് ജാനകി പറയുകയാണ്. അതിനുശേഷം അവർ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് മഹേഷ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് കേട്ട സമയത്ത് ലക്ഷ്മിയും അച്ഛനും ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ ജാനകിയോട് പറയുന്നുണ്ട്, ആ റാസ്കൽ എന്തിനാ നിന്നോട് സംസാരിച്ചത്? അവൻ സംസാരിച്ചപ്പോൾ തന്നെ ഇക്കാര്യം നീ ഞങ്ങളോട് പറയേണ്ടതായിരുന്നില്ലേ? അച്ഛാ, അങ്ങനെ ചെയ്തത് കൊണ്ട് എന്താ സംഭവിക്കുക? നിങ്ങൾ പോയി അവന് ഒരുപാട് വഴക്ക് പറയുമായിരിക്കും. ചന്ദ്രികയെയും മലറിനെയും വിട്ടിട്ട് അവനോട് പോവാൻ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ഞാൻ ചന്ദ്രികയെ വിട്ടു പോവില്ല, മലറിനെ എനിക്ക് വേണം എന്ന് അവൻ വാശി പിടിച്ച് പറഞ്ഞാലോ എന്ന് ഭയത്തോടെയാണ് ജാനകി ചോദിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്താ ജാനകി നീ പറയുന്നത്? ചന്ദ്രികയ്ക്കും മഹേഷിനും ഡൈവോഴ്സ് ആയതാണ്. ഇനി അവർക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് നിയമപ്രകാരം എല്ലാ തീരുമാനവും വന്നു കഴിഞ്ഞു. നീ എന്തിനാ ഇപ്പോഴും അവൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഭയപ്പെട്ട് നിൽക്കുന്നത്? ലക്ഷ്മിയും അത് തന്നെയാണ് പറയുന്നത്. എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അപ്പോൾ ജാനകി പേടിയോടെ തന്നെ പറയാണ്, ഇല്ല അച്ഛാ, ഇനിയും എന്തോ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവൻ വീണ്ടും ചന്ദ്രികയുടെ കൂടെ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവന് മലരില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവൻ കട്ടായം പറയുന്നു. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം നമ്മൾ നടത്തിയാൽ മഹേഷ് അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. വല്ലാത്ത ഭയത്തോടു കൂടിയാണ് ജാനകി സംസാരിക്കുന്നത്. അവർ കണ്ട സ്വപ്നം അവർ അത്രയേറെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു പേടി കാണുന്ന സമയത്ത് മുത്തശ്ശനും അതുപോലെ ലക്ഷ്മിയും എന്താ മറുത്ത് പറയേണ്ടത് എന്ന് പോലും അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ സങ്കടത്തോടെ ജാനകി പറയുന്നുണ്ട്, ഇനി ഒരു പക്ഷെ നമ്മൾ അവരെ വിവാഹം നടത്തി കൊടുത്താൽ തന്നെ ദിവസവും വന്നിട്ട് മഹേഷ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവർക്ക് സമാധാനത്തോടെയുള്ളൊരു ജീവിതം അനുഭവിക്കാൻ സാധിക്കില്ല. ഇനി എന്തു പറഞ്ഞാണ് ജാനകിയെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയാതെ ലക്ഷ്മിയും മുത്തശ്ശനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. അപ്പോൾ ഭയന്നുകൊണ്ട് ജാനകി പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് നമ്മൾ കല്യാണം കഴിച്ചത് എന്ന് പരസ്പരം സങ്കടത്തോടു കൂടി ചന്ദ്രികയും സിദ്ധുവും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ. അതിനുശേഷം അവരുടെ കല്യാണ ജീവിതം തന്നെ നരകമായി തീരും. വല്ലാത്ത പേടിയോടെ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, പോട്ടെ സാരയില്ല, തൽക്കാലം മഹേന്ദ്രൻ വരട്ടെ. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് മഹേഷിനെ ജീവിതകാലം മുഴുവൻ ജയിലിൽ വെക്കാൻ പറയാം. ജീവിതാവസാനം വരെ പുറത്തു കടക്കാനാവാത്ത വിധം അവനെ ജയിലിലടക്കാൻ തീരുമാനിക്കണം. അപ്പോൾ പേടിയോടെ ജാനകി പറയാണ്, അങ്ങനെ ചെയ്യല്ലേ അച്ഛാ. അങ്ങനെ ചെയ്താൽ മഹേഷിൻ്റെ ദേഷ്യം വീണ്ടും അധികരിക്കും. ആ ഒരു ദേഷ്യത്തിന് അവൻ സിദ്ധാർത്ഥിന് എന്തെങ്കിലും ചെയ്താൽ എന്താ അച്ഛാ ചെയ്യുക? ജാനകിയുടെ ആ ഒരു പേടി കാണുന്ന സമയത്ത് എങ്ങനെ അവരെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയാതെ നിൽക്കുവാണ് ലക്ഷ്മി. എന്ത് ചെയ്യുവാണെങ്കിലും ഒന്ന് ആലോചിച്ചതിന് ശേഷം ചെയ്യൂ അച്ഛാ, ജാനകി അച്ഛനോട് പറയുകയാണ്. അദ്ദേഹത്തിനും ജാനകി എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. മഹേഷ് കാരണം എൻ്റെ സിദ്ധുവിന് ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് വാക്ക് തരാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ സിദ്ധാർത്ഥിന് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്തി കൊടുക്കുന്നതാണ് നല്ലത്. ജാനകി പറഞ്ഞത് കേട്ടിട്ട് മുത്തശ്ശനും ലക്ഷ്മി ആകെ അന്താളിച്ച് നിൽക്കുവാണ്. മഹേഷ് ഈ നാട്ടിൽ നിന്ന് തന്നെ പോവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കൂ. അവൻ ഈ നാട്ടിലുള്ളപ്പോൾ ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കില്ല അച്ഛാ. ജാനകി തൻ്റെ ഉറച്ച തീരുമാനം അറിയിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ്.
എന്താ പരസ്പരം പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് ലക്ഷ്മിയും മുത്തശ്ശനും. അതിനുശേഷം അദ്ദേഹം ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി മോളെ, ജാനകി എന്തിനു ഇത്രയധികം ഭയപ്പെടുന്നത്? അപ്പോൾ ലക്ഷ്മിയും പറയാണ്, ജാനകിയുടെ ഭയത്തിന് പിന്നിലും ഒരു കാരണമുണ്ട്, ഒരു ന്യായമുണ്ട് അച്ഛാ. മഹേഷ് ഒരു ഫ്രോഡ് തന്നെയാണ്. ചന്ദ്രികയെ കിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സിദ്ധാർത്ഥിനെയും മലറിനെയും എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക? മഹേന്ദ്രൻ വരട്ടെ, നന്നായിട്ട് ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനമെടുക്കാം. മുത്തശ്ശൻ ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. കാരണം ലക്ഷ്മിയും അതേ ഭയത്തോടെ തന്നെയാണുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോഴേക്കും ചന്ദ്രിക ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ നല്ല ഹാപ്പി മൂഡിലാണ്. അമ്മ, മുത്തശ്ശ, നിങ്ങളുടെ മരുമകളുടെ കൂടെ എന്താ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് ആകെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചന്ദ്രിക ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ എന്തു പറയാനാ മോളെ, മഹേന്ദ്രനെ കാണാത്തത് കൊണ്ട് അവൻ എവിടെ പോയതാണെന്ന് ചോദിക്കുകയായിരുന്നു. ചന്ദ്രിക നോക്കുന്ന സമയത്ത് ലക്ഷ്മി ആകെ വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ, അമ്മ ആകെ വിഷമത്തോടെയാണല്ലോ ഉള്ളത്? ആദ്യം ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മി. ഏയ് ഒന്നുമില്ല മോളെ, പെട്ടെന്ന് അവരൊരു കള്ളം പറയാണ്. ചെറുതായിട്ട് തലവേദനിക്കുന്ന പോലെയുണ്ട്. എനിക്കും അച്ഛനും മോളൊരു കോഫി ഇട്ട് തരാമോ? ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അടുക്കളയിലേക്ക് പോവാണ്. അവളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ പോയപ്പോൾ അവർ രണ്ടുപേരും ആശ്വാസത്തോടെ നെടുവീർപ്പിടുവാണ്. കാരണം ചന്ദ്രിക അവരുടെ ആ ഒരു വിഷമം അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കാണിക്കുന്നത് ജ്യോതിയുടെ വീടാണ്. ജ്യോതിയും അവളുടെ സഹോദരൻ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് ജ്യോതി ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ, ഈ സുന്ദരി എപ്പോഴാ ജാനകിയെ ഒന്ന് കൊന്നു തരിക? ആ ഇൻഷുറൻസിൻ്റെ പണം നമുക്ക് എപ്പോഴാ കിട്ടുക? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇന്നലെ കൂടി ഞാൻ സുന്ദരിയെ കണ്ട് സംസാരിച്ചതാ. ജാനകിയെ എന്തുകൊണ്ടാ കൊല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, കൊല്ലുന്നതിലല്ല കാര്യം, കൊന്നു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടാതിരിക്കണം, അതിലാണ് കാര്യം. ഏട്ടൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് ജ്യോതി. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നമ്മളാണ് ജാനകിയെ കൊന്നതെന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാലാകാലം നമ്മൾ ജയിലിലായിരിക്കും. അത് ശരിയാണ്, ജ്യോതിയും സമ്മതിക്കുന്നുണ്ട്. പിന്നെ പണം കിട്ടിയതിന് ശേഷവും അത് അനുഭവിക്കാനുള്ള ഭാഗ്യം അവസരവും നമുക്കുണ്ടാവില്ല. ഏട്ടൻ പറഞ്ഞതും ശരി തന്നെയാണ്. അതുകൊണ്ട് സുന്ദരിയോട് ശ്രദ്ധയോടെ ജാനകിയെ കൊല്ലാൻ വേണ്ടി പറയൂ. അതിന് തന്നെയാണ് മോളെ സുന്ദരി ഇത്രയധികം സമയമെടുക്കുന്നത്. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ സുന്ദരി ജാനകിയെ കൊല്ലും. ശരിയേട്ടാ. ആ സമയത്ത് ജ്യോതിയുടെ വീട്ടിനടുത്തായിട്ടെത്തിയപ്പോൾ വാസുവിൻ്റെ വണ്ടിയുടെ പെട്രോൾ തീരുകയാണ്. അപ്പോൾ വാസു വിചാരിക്കുകയാണ് ജ്യോതിയുടെ വീട്ടിലേക്ക് പോവാന്ന്. അപ്പോൾ ജ്യോതി അവളുടെ ഏട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യോതി പറയുന്നുണ്ട്, ഏട്ടാ, നമുക്ക് ഇൻഷുറൻസിൻ്റെ പണം കിട്ടിയതിന് ശേഷം മുംബൈയിൽ വലിയൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറാം. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, മുംബൈയിൽ നമുക്കൊപ്പം വാസു വരാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ ചിരിച്ചുകൊണ്ട് ജ്യോതി പറയാണ്, ഏട്ടാ, മുംബൈയിൽ എന്തിനാ ഏട്ടാ വാസുവിനെയും കൂട്ടിയിട്ട് പോകണം? അപ്പോൾ അവളുടെ ഏട്ടന് പോലും കാര്യം മനസ്സിലാവുന്നില്ല. അതേസമയം വാസു ജ്യോതിയുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഇതൊന്നും അറിയാതെ ജ്യോതി ഏട്ടനോട് പറയുന്നുണ്ട്, ഇൻഷുറൻസ് പണം കയ്യിൽ കിട്ടിയ ഉടനെ വാസുവിനെ ജീവിതത്തിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് രണ്ടുപേർക്കും മുംബൈയിലേക്ക് മാറി രക്ഷപ്പെടാം. അതാണ് പെങ്ങളുടെ മനസ്സിലിരിപ്പ് എന്ന് മനസ്സിലായപ്പോൾ അയാളും പുഞ്ചിരിക്കുകയാണ്. എന്താ മോളെ നീ പറയുന്നത്? അതേ ഏട്ടാ, വാസുവിനെ വയസ്സായി. ആ സമയത്ത് വാസു കൃത്യമായിട്ട് ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ നോക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വാസു പിന്നോട്ട് വലിഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് വാസുവിനെ കൊണ്ട് സമ്പാദിച്ച് ഒന്നും തരാനൊന്നും സാധിക്കില്ല. ഇനി അങ്ങോട്ട് നമ്മൾ വാസുവിനെ വെറുതെ ഇരുത്തി ഭക്ഷണം കൊടുക്കേണ്ടി വരും. അത് കേട്ട സമയത്ത് വാസു ഇങ്ങനെ പല്ല് കടിച്ചുകൊണ്ട് പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ ജ്യോതി പറയുന്നുണ്ട്, വാസുവിനെ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് നമുക്ക് സമാധാനത്തോടെ മുംബൈയിൽ പോയിട്ട് ജീവിക്കാം. നമ്മുടെ സ്വന്തക്കാർ മുഴുവൻ മുംബൈയിലല്ലേ ഉള്ളത് എന്ന് ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുമ്പോൾ അവളുടെ ഏട്ടനും അതിൽ പങ്കുചേരുകയാണ്. ആ സമയത്ത് വാസു പുറത്തുനിന്ന് ചിന്തിക്കുന്നുണ്ട്, എടി ദുഷ്ടേ, നിന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം എല്ലാം ഞാൻ നശിപ്പിച്ചില്ലേടി. അവസാനം എല്ലാം നേടിയതിന് ശേഷം നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാനാണ് നീ ശ്രമിക്കുന്നത് അല്ലേ? വാസുവിനെ പോലെ ഒരു പൊട്ടനെ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഇത്രയധികം ഉയരങ്ങളിൽ എത്താൻ സാധിച്ചത്. അവളുടെ ഏട്ടൻ പറയുന്നത് കേട്ട് വാസു നാണക്കേടോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു പോയേനെ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ജ്യോതി പറയാണ്, വാസു
വെറും പറ്റിക്കപ്പെട്ടവൻ മാത്രമല്ല ഏട്ടാ, അയാൾ ഒരു കോമാളിയാണ്. അതും പറഞ്ഞ് ജ്യോതി പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് വാസു ഇങ്ങനെ അറിയാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം താൻ അത്രയധികം സ്നേഹിക്കുന്ന അവൾ തന്നെ ഒരു കോമാളിയായിട്ടാണ് കണ്ടത് എന്ന് ഓർത്തിട്ട്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അയാളും പറയാണ്, കറക്റ്റാണ് നീ പറഞ്ഞത് മോളെ. സർക്കസിലുള്ള കോമാളിയെ പോലെ വാസു നീ എന്ത് പറഞ്ഞാലും ചെയ്യും. നീ ചാടാൻ പറഞ്ഞാൽ അവൻ ചാടും, നീ ഓടാൻ പറഞ്ഞാൽ അവൻ ഓടും എന്ന് പറയുന്ന സമയത്ത് ജ്യോതി പൊട്ടിച്ചിരിക്കുകയാണ്. അവന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിയേ ഇല്ല. അത് കേട്ട് ജ്യോതി പൊട്ടിച്ചിരിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ വാസു നാണക്കേടോടെയും ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഒരുപക്ഷേ നമ്മൾ വാസുവിനെ പറ്റിച്ചിട്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വാസു നമുക്ക് പിന്നാലെ വന്നാൽ എന്താ ചെയ്യുക? ഏയ്, വാസു വന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഏട്ടാ. എന്തുകൊണ്ടെന്നാ അയാൾക്ക് എൻ്റെ മേൽ അത്രത്തോളം ഇഷ്ടമാണ്. അത് കേൾക്കുന്ന വാസുവിന് പുറത്തിങ്ങനെ പല്ല് കടിച്ച് നിൽക്കുകയാണ്. ഇനി ഞാൻ വാസുവിനെ ചതിച്ചിട്ട് പോയാൽ തന്നെ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ട് വിളിച്ചു പറഞ്ഞാൽ വാസു പറയും, സാരയില്ല, നീ എവിടെയായാലും സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്ന്. വാസു ഇങ്ങനെ പല്ല് കടിച്ച് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, വാസുവിനെ കുറിച്ച് നീ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മോളെ. ജ്യോതി അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന വാസു ചിന്തിക്കുകയാണ്, നീ എന്നെ പറ്റിച്ചിട്ട് പോവും, എന്നാൽ നീ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞ് നിന്നെ ആശീർവദിക്കും അല്ലേ? നിന്നെയും നിന്റെ ഏട്ടനെയും ഞാൻ വെറുതെ വിടില്ലടി. വാസു ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അയാൾ അവരെ രണ്ടുപേരെയും തല്ലാൻ കൈയോങ്ങിയിട്ട് അകത്തേക്ക് ഒരു കാലെടുത്ത് വെച്ചതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അയാൾ ആ കാല് പിന്നോട്ട് വലിച്ചിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത് ഞാൻ പിന്നാലെ തരാം. വാസു ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ വാസു അവിടെ വന്നതും അവർ സംസാരിച്ച കാര്യങ്ങൾ കേട്ടതൊന്നും ജ്യോതി അവളുടെ സഹോദരനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരവരുടെ ബാക്കിയുള്ള സംസാരങ്ങളിലേക്ക് വീണ്ടും മുഴുകുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.